നമ്മളിപ്പോൾ കുറച്ച് ദിവസമായല്ലോ ആക്സിലോട്ടൽസിൻ്റെ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ആക്സിലോട്ടൽസിൻ്റെ വീഡിയോ ഇടാതിരിക്കാനുള്ളൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ആക്സിലോട്ടൽസിനെ വെച്ചിരിക്കുന്ന റൂമിൽ തീരെ വെളിച്ചമില്ല. എന്നിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തത് എന്താണെന്നറിയോ, ഇയാൾ ഹോസ്പിറ്റലിൽ നിന്നാണോ വീഡിയോ എടുക്കുന്നത്, എന്താ തീരെ ക്ലിയർ ഇല്ലല്ലോ, വെളിച്ചമില്ലല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ആക്സിലോട്ടൽസിൻ്റെ വീഡിയോ നമ്മൾ അധികം കാണിക്കാത്തത്. പിന്നെയെന്ന് വെച്ചാൽ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ആക്സിലോട്ടൽസിനെ തന്നെ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊന്നും ബോറടിക്കരുതല്ലോ, അതുകൊണ്ടാണ് അധികം കാണിക്കാഞ്ഞത്. പക്ഷേ ഏതായാലും നമ്മൾ ഇന്നൊരു ചെറിയ ആക്സിലോട്ടലിൻ്റെ വീഡിയോ കാണിക്കുകയാണ്. ചെറിയ ആക്സിലോട്ടലിൻ്റെ വീഡിയോ അല്ല, ആക്സിലോട്ടലിൻ്റെ ഒരു ചെറിയ വീഡിയോ കാണിക്കുകയാണ്. അപ്പോൾ ആക്സിലോട്ടൽ വീഡിയോ എന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ പറഞ്ഞിരുന്നു അന്ന് ഈ മുട്ടയൊക്കെ കളക്ട് ചെയ്ത് വെച്ച് ഇത് വിരിയിക്കുന്നത് കാണിച്ചാൽ അതിൻ്റെ പാരൻസിനെ കാണിച്ചില്ലല്ലോ. ശരി, ഇന്ന് പാരൻസിനെയും കാണിക്കാം, നമ്മുടെ ആദ്യത്തെ ബാച്ചിലെ കുഞ്ഞുങ്ങളെയും കാണിക്കാം. അതിനുശേഷം ഇപ്പോൾ ഈ അന്ന് മുട്ട വിരിയിച്ച് അത് എത്ര സൈസായിന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു കുറേ ഭാഗമൊക്കെ നമ്മൾ പലർക്കും കൊടുത്തതിന് കുറച്ചെണ്ണേ ബാക്കിയുള്ളൂ. അതന്നിപ്പോൾ നമ്മൾ ഒരുമിച്ചിടുക ചെയ്തത്, അത് കുറേ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യും കാലും കടിക്കുകയൊക്കെ ചെയ്ത് അത് പിന്നെ അധികം ശ്രദ്ധിക്കാൻ പറ്റാതെ അതൊക്കെ നമുക്കിന്നൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ മുമ്പ് ഇതിൻ്റെ എഗ്ഗ് കളക്ട് ചെയ്തിട്ട് എഗ്ഗ് വിരിയിക്കുന്ന ആ ഒരു ഫസ്റ്റ് വീഡിയോ കാണിച്ചായിരുന്നു. നമ്മൾ മലയാളത്തിൽ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ വരുന്നതെന്നൊക്കെ പറഞ്ഞ് ആ എഗ്ഗ് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് എഗ്ഗ് വിരിയിക്കുന്ന വീഡിയോ ആണ് നമ്മൾ ആദ്യമായിട്ട് കാണിച്ചത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം പറഞ്ഞായിരുന്നു എന്താണ് ഇതിൻ്റെ പാരൻസിനെ കാണിക്കാത്തത്, ഇതിൻ്റെ പാരൻസിനെ കൂടെ കാണിക്കണം, ആ ഒരു എഗ്ഗ് ലൈങ് പ്രോസസ്സ് കാണിച്ചൂടെ എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അതിൻ്റെ അന്നത്തെ ആ എഗ്ഗ് നമ്മൾ കളക്ട് ചെയ്തത് ഈ പാരൻസ് എന്നാണ് കണ്ടത്. ഇതാണ് ഫീമെയിൽ, ഈ എത്തി നോക്കുന്നവനാണ് മെയിൽ. അപ്പോൾ ഇവർ ഇപ്പോൾ വീണ്ടും ഒരു എഗ്ഗിന് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷേ അത് എപ്പോഴാണെന്നൊന്നും നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ഇത്തവണ അത് വളരെ എന്താ പറയുക കീനായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ മുമ്പൊരിക്കൽ ഒരു ക്യാമറ വാങ്ങിച്ചുകൊണ്ടെന്ന് വെച്ചത് ഓർമ്മയില്ല, നമ്മുടെ മോൺസ്റ്റർ ടാങ്കിന്. ആ ക്യാമറ നമുക്ക് ഇതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് വെക്കാമെന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്നാൽ തന്നെ ഒരു എഗ്ഗ് ലൈങ് പ്രോസസ്സ് കിട്ടുമെന്നറിയില്ല. ഏതായാലും നമുക്ക് കുറച്ചൊക്കെ അതിൽ പിടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് നമുക്ക് വരുമ്പോൾ വരട്ടെ, അത് നമുക്ക് നോക്കാം. അപ്പോൾ ആ പാരൻസിനെ കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇവന്മാരെ കാണിക്കുന്നത്. ഇത് കാണിക്കാതിരിക്കാനുള്ളൊരു കാരണം മെയിനായിട്ട് ഇവിടെ ലൈറ്റ് ഇല്ലായിരുന്നു, അതാണ് ഒരു പ്രശ്നം. അതുപോലെ ഇത് ഓർക്കുന്നുണ്ട്, നമ്മളൊരിക്കൽ 2 ഫിഷിനെ മാത്രമായിട്ട് കൊണ്ടുവന്ന ആ ഒരു ബ്ലാക്കും ഈ ഒരു ഓറഞ്ചും. നമ്മൾ ആദ്യത്തെ ഇതിൻ്റെ വീഡിയോ സീരീസിലൊരു 4 വീഡിയോ ഇട്ടായിരുന്നു. പിന്നെ ആക്സിലോട്ടൽസിൻ്റെ ഫീഡിങ്ങും ആക്സിലോട്ടലിന് വേണ്ടി നമ്മൾ ടാങ്ക് റെഡിയാക്കിയതും കൊണ്ടുവന്നതുമല്ല ആ ആക്സിലോട്ടലാണ് ഇത്. എവിടെയെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് എല്ലാം കൂടെ നമ്മൾ എപ്പോഴാണ് കാണിക്കേണ്ടത്, അതുകൊണ്ടാണ് ഇത് ആ 2 പേരാണ് ഇത്. ഇവർ 2 പേര് ഇപ്പോൾ അത്യാവശ്യം ഒരു നല്ലൊരു സൈസിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഇതും മെയിൽ ആൻഡ് ഫീമെയിൽ തന്നെയാണ്. ഈ ഓറഞ്ചാണ് മെയിൽ, ബ്ലാക്ക് ഫീമെയിലാണ്. അപ്പോൾ ഇവർ എഗ്ഗിങ് ആ ഒരു പിന്നെ മെച്യൂരിറ്റി ഒന്നും എത്തിയിട്ടില്ല. ഏതായാലും നമ്മൾ ഇവരെയും കൂടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ഇതിൽ വേറെ ഒരെണ്ണം കൂടിയുണ്ട്, അത് ആ ചെടീൻ്റെ സൈഡിലുണ്ടെന്ന് തോന്നുന്നു. അത് പക്ഷേ അത്രയും ഒരു ഉഷാറില്ല. അവന് ഒരു കാല് സൈഡിലൂടെ പുറത്ത് വരുമ്പോൾ കാണാം, അതിൻ്റെ ഒരു കാല് ഒരിക്കൽ ഇവർ തമ്മിൽ കടി കൂടിയിട്ട് നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ കാല് വളർന്നു വരുന്നേ ഉള്ളൂ. ഇവന്മാർക്ക് ഈ കാല് കയ്യോ വാലൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതുപോലെ ഈ ഗിൽസിൻ്റെ ആ പാർട്ടൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു വരും എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സൊന്നും അല്ല, അതിന് ഒരുപാട് ടൈം എടുക്കും. ഇപ്പോൾ ഞാനിപ്പോൾ കാണിക്കാം. ഇപ്പോൾ നമ്മുടെ ആ കുഞ്ഞുങ്ങളുടെ കളക്ഷനിൽ നമ്മൾ എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുമിച്ചിട്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങളെല്ലാം ഒരുമിച്ചിട്ടായിരുന്നു. ഇവന്മാർ ആ വളർച്ച ഒരു ഏകദേശം സ്റ്റേജ് കൈ കാല് വന്നാൽ തന്നെ ഇവന്മാർ കടിക്കാൻ തുടങ്ങും. അങ്ങനെ അതിൽ 1-2 എണ്ണത്തിൻ്റെ കാലൊക്കെ പോയത് ഇപ്പോൾ ഇതാകാൻ കണ്ടില്ല ആ സൈഡിലൂടെ പോകുന്ന പ്ലാന്റിൻ്റെ സൈഡിലൂടെ വരുന്നുണ്ട്. അത് വളർച്ചയും കുറവാണ്. അതിൻ്റെ ഒരു ബാക്കിലുള്ളൊരു കാല് പോയത് ഇപ്പോൾ ഏകദേശം 2 മാസത്തിന് മേലെയായി. അപ്പോൾ ഈ നമ്മുടെ ഈ പാരൻസ് കണ്ടോ, ഈ മേലെ കൂടെ നോക്കുമ്പോൾ കാണാം, ഈ ഒന്നാമത് നിൽക്കുന്നതാണ് ഫീമെയിൽ. അതിൻ്റെ വയറ് കണ്ടില്ലേ, വയറ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അപ്പോൾ അത് എഗ്ഗ് ഫില്ലായി നിൽക്കുവാണ്. അപ്പോൾ അത് ഏത് സമയവും നമുക്ക് എഗ്ഗ് ചെയ്യുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മുടെ ആ ഒരു കുഞ്ഞുങ്ങളെ വളർത്തുന്ന ആ ഒരു സൈഡ് നമുക്ക് കണ്ടോ, ഇതിലുള്ള ഈ 5-6 പേർക്കും പിന്നെ കാലിന് ഡാമേജ് ഉണ്ട്. ഇത് ബാക്കിയുള്ള അന്ന് നമ്മൾ വിരിയിച്ചതിൽ ബാക്കിയുള്ള കുഞ്ഞുങ്ങളാണ് ഇവർ. കുറേ എണ്ണത്തിന് നമ്മൾ കുറേ പേർക്ക് കൊടുത്തു. ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ ഇതിലിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ അത്യാവശ്യം ഒരു 3 ഇഞ്ച് നമ്മുടെ ഒരു ചൂണ്ടുവിരലിൻ്റെ ഒരു വലുപ്പമായിട്ടുണ്ട്. ഇവന്മാർ തമ്മിൽ ഇടയിൽ കടി ഉണ്ടാകുന്നതിലാണ് നമ്മളിപ്പോൾ അപ്പുറത്തേക്ക് മാറ്റിയിട്ടുള്ളത്. അതിപ്പോൾ 2 മാസത്തിന് മേലെ ആയിട്ടും അതിൻ്റെ കാലൊന്നും വളർന്നു വരുന്നൊന്നുമില്ല.
ഇപ്പോൾ ഇതും അതുപോലെ ആവും. എല്ലാത്തിനെയും കൂടെ സെപ്പറേറ്റ് സിംഗിൾ ടാങ്കിലിടുന്ന ഒരു റിസ്ക് ഒന്നുണ്ട്. അതിന് അങ്ങനെ ഇടുന്നത് കൊണ്ടല്ല, ഇടാൻ ടാങ്കും ഉണ്ട്. പക്ഷേ ഇതാണ് കാല് പോയന്മാർ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എല്ലാം വാട്ടർ ചേഞ്ച് ചെയ്യണം. എല്ലാത്തിലും വാട്ടർ ചേഞ്ച് മിക്കവാറും ഇത് കണ്ട കാലില്ലാതെ കിടക്കുവാണ്. പക്ഷേ അവന്മാർക്കൊന്നും സംഭവിക്കില്ല കാല് പോയാലും. അപ്പോൾ ഡെയിലി വാട്ടർ ചേഞ്ചിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇതിൽ തന്നെ കണ്ടോ. ഇപ്പോൾ ആ പെല്ലറ്റ് ഫുഡൊക്കെ സ്പോഞ്ച് ഫിൽറ്ററിൽ ഒട്ടി ആകെ റെഡ് കളറായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു ടെക്നിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബാക്കി കുഞ്ഞുങ്ങളെയും കുറച്ച് വളർന്നവരെ എല്ലാം കൂടെ നമ്മൾ ഒരു വാട്ടർ ടാങ്ക് കട്ട് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ ടൈപ്പിലാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അത് ഞാൻ കാണിക്കാം കേട്ടോ. ഒരു വാട്ടർ ടാങ്കിൻ്റെ ബേസ് കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ അതിൽ തന്നെ വിട്ടു. വലിയ കുഞ്ഞുങ്ങളെ നമ്മളൊരു പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന പാത്രം വെക്കുന്ന കിച്ചണിൽ പാത്രം വെക്കുന്ന സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡ് വെച്ചിട്ട് അതിന് മേലെ നമ്മൾ ചെറിയ ഡബ്ബകളിലാക്കി വെച്ചേക്കുവാണ്. കണ്ടോ, ചെറിയ ഡബ്ബകളിലാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഇതാവുമ്പോൾ ഇവന്മാർക്ക് തമ്മിൽ കടിക്കാൻ കിട്ടില്ല. ഇത് അത്യാവശ്യം വളർന്നതിനൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഡബ്ബകളിലും നമ്മൾ എന്ത് ചെയ്യേണ്ട, വാട്ടർ ചേഞ്ച് ചെയ്യേണ്ട. ഈ ഒരു വലിയ ഇതിൽ നിന്ന് വാട്ടർ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ ഇതിലേക്ക് പോകുന്നല്ലേ, അതിന് വേണ്ടി നമ്മൾ ഈ ഓരോ പാത്രത്തിനും ഇവന്മാരെ വെച്ചിട്ടുള്ള ഓരോ പാത്രത്തിൻ്റെ അടിഭാഗം നെറ്റ് പോലെ ഹോൾ ഉണ്ടാക്കിയേക്കാണ്. ഞാൻ എടുത്ത് കാണിക്കാം. കണ്ടോ, ഇതിങ്ങനെ പൊക്കുമ്പോൾ കാണാം വെള്ളം മുഴുവൻ പുറത്തേക്ക് പോകുന്നതാണ്. കണ്ടോ. അപ്പോൾ അതിലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വലിയ ടാങ്കിൽ നിന്ന് വെള്ളം മാറ്റുമ്പോൾ തന്നെ അതിലെ വെള്ളം ഈ മേലെ വെച്ചിരിക്കുന്ന ഈ ഡബ്ബകളിലെ വെള്ളം മുഴുവൻ പോകും. പുതുതായി വെള്ളം വരുമ്പോൾ അതിൽ 100% പുതിയ വെള്ളമാണ് കിട്ടുന്നത്. അപ്പോൾ ഒരടിക്ക് നമുക്ക് എല്ലാ ടാങ്കിലെയും വെള്ളം മാറ്റാം. എന്നാൽ ഇതിലുള്ളൊരു ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ ഒറ്റ ഒരു ടാങ്കിനകത്ത് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ ഫംഗസോ ബാക്ടീരിയ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഫിഷുകളും അടിച്ചു പോകും. ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ എന്നാലും ഈ ആക്സിലോട്ടൽസിന് പെട്ടെന്നൊന്നും അങ്ങനെ അസുഖങ്ങളൊന്നും വന്ന് കണ്ടിട്ടില്ല ഇതുവരെ. നമ്മുടെ കയ്യിൽ ഇതുവരെ അങ്ങനെ വന്ന് കാണാറൊന്നുമില്ല. അപ്പം നമ്മൾ ഈ മേലെ ഡബ്ബയിലുള്ളത് നമ്മുടെ ആദ്യത്തെ ബാച്ചിലുള്ള കുഞ്ഞുങ്ങളാണ്. താഴെ വെറുതെ ഫ്രീ ആക്കി വിട്ടവന്മാരാണ് ഈ കഴിഞ്ഞ ബാച്ചിൽ വിരിഞ്ഞ് കിട്ടിയത്. അപ്പോൾ ഇവരെല്ലാവരെയും നമുക്കിപ്പോൾ ഒഴിവാക്കിയേ പറ്റുള്ളൂ. കാരണം ഇനി നമ്മുടെ കയ്യിലുള്ള ഇതിൻ്റെ പാരൻസ് വീണ്ടും മുട്ട ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവന്മാരെയൊക്കെ തീർച്ചയായും ഒഴിവാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അന്ന് നമ്മൾ ഏകദേശം ഒരു 17 പേർക്കാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തത്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയൊന്നും കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ നമ്മൾ അജ്മാൻ അക്വേറിയത്തിലേക്ക് ഇതിനെയൊക്കെ കൊടുത്തിട്ട് നമ്മൾ അതിന് പകരം വേറെ ഫിഷുകളെയൊക്കെ വാങ്ങേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ആക്സിലോട്ടൽസിൻ്റെ കാര്യത്തിലൊന്നും ചെയ്യാനില്ല. പിന്നെ നമ്മളൊരു 1-2 പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് പേര് സെലക്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ പ്ലാന്റ് ടാങ്കിലേക്ക് ഇട്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് കാണിക്കും. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ.